ഒന്ന് ആലോചിക്കണാറുണ്ട്, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. മണിച്ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഒരാള് ഒന്ന് പറയാൻ, ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ എന്തേ ഇവർക്കൊക്കെ മടി? ഇനി ചേട്ടൻ്റെ ചരമദിനത്തിന് ഒരാളെ വിളിച്ചാൽ പോലും തിരക്കാണ് അവർക്ക്. എല്ലാവരും മുമ്പിൽ ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷെ എങ്ങനെയോ ജീവിതം മുന്നോട്ട് പോകുന്നു ഈ 8 വർഷക്കാലമായിട്ട്. ചിലപ്പോൾ ചില സമയത്ത് ചേട്ടൻ വന്നു എന്നുള്ള സന്തോഷം, സ്വപ്നത്തിൽ ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ വന്നൂലോ എന്ന്. പക്ഷെ നേരം വെളുക്കുമ്പോഴാണ് ചേട്ടൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നതും ഒപ്പത്തിന് ഫൈറ്റ് ചെയ്യാൻ നിന്നും ചേട്ടൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു പ്രത്യാഘാതം തന്നെ ഇവിടെ സംസ്കാര രംഗത്തുണ്ടാവും. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിലൊക്കെ ചെലുത്താൻ പറ്റിയ ശക്തിയായിരുന്നു ചേട്ടൻ. പൊതുജനങ്ങളുടെ സ്നേഹം, അതൊക്കെ ഇന്നാണ് ഞാൻ മൊബൈൽ നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ഉരുകുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, എൻ്റെ മണിച്ചേട്ടൻ്റെ അനിയനല്ലേ, നിങ്ങളെ വഴിയിൽ നിർത്തിയിട്ട് പോയാൽ ഞങ്ങളുടെ മണിച്ചേട്ടൻ പൊറുക്കില്ല. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert. നമസ്കാരം. കുറച്ച് ദിവസമായി വാർത്ത പ്രഷർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇന്ന് ഞാൻ വരാനുള്ള പ്രത്യേക സാഹചര്യമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ്. RMD ആയിട്ട് നമുക്ക് ഒത്തിരി പരിചയമുണ്ട്. മണിച്ചേട്ടനുമായിട്ടുള്ള പരിചയം തന്നെയാണ്, അതേ പരിചയം തന്നെയുള്ള വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്കുണ്ട അനുഭവം എല്ലാവരും സോഷ്യൽ മീഡിയയിലും കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ വരാനുള്ള പ്രത്യേക സാഹചര്യം, ഇദ്ദേഹം ജീവിതത്തിൽ ആഗ്രഹിച്ച സ്ഥലത്ത് ഇപ്പോൾ എത്താൻ പോകുന്നു. ഈ ഒരു സന്തോഷ വാർത്ത ദുഃഖത്തോടു കൂടി തന്നെ അറിയിക്കുകയാണ്. നമസ്കാരം. സന്തോഷം. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരി അടുപ്പങ്ങളുണ്ട് അല്ലേ? പിന്നെ ഒരുപാട് കാലമായി കാണാൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ എല്ലാം കണ്ടു ഈ വാർത്തകൾ, പക്ഷെ നമ്മൾ ഒരിക്കലും എത്തില്ല എന്ന് പ്രതീക്ഷ കലാമണ്ഡലത്തിലേക്ക് ചിലങ്കണിയാൻ പോവുകയാണ്. അതെ, ആ ഒരു നിമിഷം ഒന്ന് ഓർത്തെടുത്തേ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു നർത്തകൻ അല്ലെങ്കിൽ നർത്തകി എന്ന് പറയുമ്പോൾ ആദ്യം കേരളത്തിലുള്ള ആളുകൾക്ക് ഓടി തന്ന്, കേരളത്തിൽ നിന്നല്ല ലോക കലാകാരന്മാരുടെ ശ്രദ്ധയിൽ കിടക്കുന്ന ഒരിടമാണ് കലാമണ്ഡലം. അപ്പോൾ ഈ കലാമണ്ഡലത്തിൽ ഒരു വേദി കിട്ടുക അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ പഠിക്കുക എന്നൊക്കെ വലിയൊരു എന്താ പറയുക സ്വപ്നമായിരുന്നു. പക്ഷെ കുട്ടിക്കാലത്ത് നമുക്കതിന് സാധിച്ചില്ല. പക്ഷേ നമ്മുടെ ഈ കലയോടെ ഒടുങ്ങാത്ത ഒരു അഭിവാഞ്ച എന്നൊക്കെ പറയില്ലേ, അത് കാരണം കൊണ്ട് MPhil വിത്ത് PhD ചെയ്യാൻ അവിടെ എനിക്ക് ഭാഗ്യമുണ്ടായി. പക്ഷെ അതേപോലെ തന്നെ എനിക്ക് കുറേ ദുരനുഭവങ്ങളും ആ സമയത്ത് ഉണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഒരു സത്വം പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ ഒരു സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മളതൊരു പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നവൻ എന്നുള്ള രീതിയിൽ നമ്മളെ ചിലവരെങ്കിലും അത് മോശക്കാരനായിട്ട് കാണുകയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ സത്യം പുറത്തു വിടാൻ വേണ്ടി പലതരത്തിലുള്ള പയറ്റലുകളും നമുക്ക് നടത്തേണ്ടി വന്നു. അതിൻ്റെയൊക്കെ അതൊക്കെ കഴിഞ്ഞതാ ഇപ്പോൾ ഇവിടെ ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് നമുക്ക് ഇവിടെ നിലകൊള്ളേണ്ടി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത് ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയും നമ്മളെ അത്രയും മണിച്ചേട്ടനെ എങ്ങനെയാണോ നെഞ്ചോട് ചേർക്കുന്നത് അതുപോലെയാണ് കേരള സമൂഹം മൊത്തം നമ്മളെ ഈ ഒരു വിഷയത്തിൽ നെഞ്ചോട് ചേർത്തിട്ടുള്ളത്. കലാമണ്ഡലത്തിൻ്റെ ഭാഗത്തുനിന്ന് 2 വലിയ സന്തോഷങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന്, ഇപ്പം നേരത്തെ പരാമർശം നടത്തിയിട്ടുള്ള വ്യക്തി, ആ വ്യക്തിയെ എനിക്ക് അവരുടെ പേര് പറയാൻ പോലും മടി, അതാണ് ഞാൻ പേര് പറയാത്തത് കേട്ടോ. അത് ഒരു കലാകാരിയല്ല, ഒരു കലാപകാരിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഞാൻ പേര് പറയാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരം പരാമർശം നടത്തിയ ആ വ്യക്തിയുടെ പേരിനെ കുറിച്ച് തന്നെ അവർ പറഞ്ഞു, അവരുടെ എല്ലാ പ്രസ്താവനകളും ഞങ്ങൾ തള്ളുന്നു. കലാമണ്ഡലത്തിൽ ഇവരൊരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇന്നലെ കൊറിയറിൽ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം, അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നമ്മളെ അവിടുത്തെ ഒരു നൃത്ത അവതരണത്തിനായി ഇന്നലെ ക്ഷണിക്കുകയുണ്ടായി. ഇന്നാണ് നടത്തേണ്ടിയിരുന്നത്. എന്തോ പരീക്ഷ സംബന്ധമായ എന്തോ സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് അത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. കാരണം ഞാൻ ഈ കലാമണ്ഡലത്തിൽ നൃത്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടി നടന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവിടെ ചെന്നെത്തുകയും എൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ.
ഒരു സെമിനാറായാലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു നല്ല നർത്തകിയുടെ പരിപാടിയായാലും നിള ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളടക്കം അവിടെ നൃത്ത പരിപാടി ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കമലദളത്തിലെ മോഹൻലാലിൻ്റെ പോലെ അത് കലാമണ്ഡലം തന്നെയാണല്ലോ അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ആ കൂത്തമ്പലത്തിൽ ഒരു പുരുഷന് നൃത്തപ്പം എന്താ പറയുക, മോഹൻലാൽ നിരവധി ഡയലോഗുകളിലൂടെ നമുക്ക് സുപരിചിതമാണ്. നൃത്തത്തെക്കുറിച്ചും നടരാജനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഡയലോഗുകൾ വളരെ സുപരിചിതമാണ്. അപ്പം അതേ വേദിയിൽ ആനന്ദ നടനമാടുവാൻ എന്ന് പറയുന്ന നൃത്തം ചെയ്ത വേദിയിൽ നമുക്കും ഒരു ആനന്ദ നൃത്തം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ജഗദീശ്വരനോടും നന്ദി പറയുകയാണ്. ഒരു വലിയ മൂവ്മെൻ്റ് അല്ലേ? അതെ അതെ, അതായത് ഒരു ചാക്രികമായ ഒരു ചലനമായിരുന്നു അത്. അതായത് ഒന്നുമില്ലാത്തതെന്ന് തുടങ്ങി, അല്ലെങ്കിൽ നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി കറങ്ങി പല ആളുകളെ പുറത്താക്കേണ്ടി വരുന്ന അവസ്ഥകളിലൂടെ പോയി തിരിച്ച് എൻ്റെ PhD പ്രബന്ധം പൂർത്തിയാക്കി ഒരു ഡോക്ടറേറ്റ് കിട്ടുന്നു, തിരിച്ചിങ്ങ് ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുന്നു, അവിടെ ഒരു വേദി കിട്ടുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊക്കെ പറയുമല്ലോ ജീവിതം ഒരു ചക്രമാണ് എന്ന്. അപ്പോൾ ആ ഒരു ചക്രം പൂർത്തിയാകുമെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം എനിക്കിനി വേറൊരു വേദിയും വേണ്ട, ബാക്കിയെല്ലാ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടുമിക്ക നൃത്തോത്സവങ്ങളിലും ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. സൂര്യ ഫെസ്റ്റിവൽ, നിശാഗന്ധി ഫെസ്റ്റിവൽ, കേരള കൾച്ചറിൻ്റെ ടൂറിസം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തും എന്താ പറയുക ദർപ്പണ, മൃണാളിനി സാരാഭായിയുടെ അവരുടെ ആ ജീവിച്ചിരിക്കുന്ന അവിടെ ചെന്ന് എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം, മല്ലിക സാരാഭായി അവരെ കണ്ട് അവരുടെ ദർപ്പണയിൽ നൃത്തം അവതരിപ്പിക്കാൻ പറ്റി. അങ്ങനെ വ്യത്യസ്ത ക്ലാസിക്കൽ നൃത്തോത്സവങ്ങളിൽ വിദേശത്തായിട്ടും സ്വദേശത്തായിട്ടും നമുക്ക് നൃത്തം അവതരിപ്പിക്കാൻ പറ്റിയിരുന്നു. എനിക്ക് രണ്ട് ആഗ്രഹമാണ് ഉണ്ടായത്. ഒന്ന് പാലക്കാട് സ്വരലയ ആൻഡ് കേരള കലാമണ്ഡലം. എനിക്ക് ഈ 2 നൃത്തോത്സവങ്ങളിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത്. പക്ഷെ പാലക്കാട് സ്വരലയ ഇപ്പോഴും നമ്മളെ എന്താ പറയുക ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണോ എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല നമ്മളെ. ഈ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നും അവരിൽ ഇല്ല. മറ്റൊന്ന് കേരള നമ്മുടെ സംഗീത അക്കാദമി നമ്മുടെ വലിയൊരു വിഷയം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സംഗീത അക്കാദമിയുടെ നൃത്ത പുരസ്കാരം ലഭിച്ചെങ്കിലും ഇതുവരെയും ഒരു ചലങ്ക കെട്ടാനുള്ള വേദി സംഗീത അക്കാദമിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നമുക്ക് അനുകൂലമായി തന്നെയാണ്. അതായത് ഇതൊരു പുതിയ ഭരണസമിതിയാണ്, അന്നുണ്ടായ ഒരു ഭരണസമിതിയല്ല. അവർക്കായിരുന്നു നമ്മളോട് അയിത്തം. അത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ ഉപദ്രവിച്ചത്, ഞാനിതായിട്ട് പറയല്ല, ജനനവും മരണവും മനുഷ്യ സഹിതമാണ്. ആ വ്യക്തി മരിച്ചെന്നാണ് ഇങ്ങനൊരു നിലപാട് കേരള കലാമണ്ഡലത്തിൽ അല്ലെങ്കിൽ സംഗീത അക്കാദമിക്ക് നമുക്ക് അനുകൂലമായി പറയേണ്ടി വന്നത്. അതായത് അന്നത്തെ നമുക്ക് പ്രതികൂലമായി നിന്ന നമ്മുടെ അന്നത്തെ സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ മരിച്ച ദിവസമാണ് ഈ സംഭവം സംഗീത അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് അനുകൂലമായൊരു ഇങ്ങനെ ഈ ഒരു പ്രശ്നവുമായി സഹകരിച്ചുകൊണ്ട് പുതിയ ഭരണസമിതി നമുക്ക് ഒരു വിധി പറയുന്നത്. തീർച്ചയായും ഈ പാലക്കാട് അവർക്ക് എന്താണ് ഈ അയിത്തം ഇപ്പോഴും എനിക്കറിയില്ല. കേരള സംഗീത അക്കാദമി പോലെ തന്നെ ഒരു ചെറിയൊരു ഇത് എവിടേക്കോ ഉണ്ട് ചേട്ടാ നമ്മുടെ സമൂഹത്തിൽ. ഇപ്പം ഒരു സത്യഭാമ തുറന്നു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്രമണ സ്വഭാവത്തോടെ തുറന്നു പറഞ്ഞു. ഇത്തരം സ്വഭാവങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയുമുണ്ട്. സാംസ്കാരിക രംഗങ്ങളിൽ ഇരിക്കുന്നവരും ചില കലാസ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ചില കുട്ടികൾക്ക് മാനസിക വിഷമം ഉണ്ടായിട്ടൊക്കെ നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ ഫർദർ നടപടിയിലേക്ക് പോകേണ്ടത്? കാരണം ഇതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കാണല്ലോ, കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ അനുഭവസ്ഥ. അതെ, അപ്പോൾ ഈ ഇരയെ തേടി ഇപ്പോൾ ഉള്ള പല ഇരകളും എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അടുത്ത നടപടി എങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റ് നമുക്ക് പോകാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, സമൂഹത്തിൽ എന്നെ ഒരു ദളിത് സമൂഹത്തിൽ വന്ന ഒരു നർത്തകൻ എന്നുള്ള രീതിയിലും എന്നെ കണ്ടുകൊണ്ട് ഇപ്പം കുറേ വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് കാണാൻ പറ്റി ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കലാമണ്ഡലത്തിലായാലും RLVയിലായാലും പഠിക്കാൻ ചേർന്നത് RLV രാമകൃഷ്ണൻ മാസ്റ്റർ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കണ്ടിട്ടാണെന്ന് പല വിദ്യാർത്ഥികളും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കണ്ടു ഞാൻ. അപ്പോൾ അപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നിയത്, കാരണം ഇത് ഞാൻ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരോടൊക്കെ ചെയ്യുന്ന വലിയ ക്രൂരതയായി പോയേനെ. കാരണം അവർ നമ്മളെ ഒരു പ്രതിനിധിയായിട്ട് കാണുന്നു. ആ പ്രതിനിധി മിണ്ടാതെ ഇത് കേട്ടുകൊണ്ട് നിശബ്ദനായിട്ട് ഇരിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഇനിയും ഇതുപോലെ പുഴുക്കുത്തലുകൾ വീണ്ടും വന്നു ചേർന്നുകൊണ്ടിരിക്കും. അതായത് കറുത്ത വർഗ്ഗക്കാരായിട്ട് ആണിനും പെണ്ണിനും നൃത്തം ചെയ്യാൻ നല്ലതല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കൾ നമ്മളിപ്പം നിറം നോക്കിയിട്ടല്ലോ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എന്താ പറയുക ഒറ്റടി വെച്ച് വരുന്ന പിള്ളേർ പോലും ഇവിടെ കലാകാരിയാക്കണം, അല്ലെങ്കിൽ ഇവിടെ നല്ല ഡാൻസിൽ നല്ല അല്ലെങ്കിൽ പാട്ടിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അച്ഛനമ്മമാർക്കൊരു സങ്കല്പം ഉണ്ടാവുക മക്കളിൽ.
അവളിപ്പോൾ ഒരുപാട് സിനിമാ നടി ആവാനോ അല്ലെങ്കിൽ വലിയ നർത്തകി ആവാനൊന്നുമല്ല, അവരുടെ ഇടങ്ങളിൽ അവർക്കൊരു നൃത്തം ചെയ്യാൻ, അല്ലെ അവരുടെ മക്കളെ കൊണ്ടുവന്ന് ചിലങ്ക കെട്ടി അവരുടെ ക്ഷേത്രമുറ്റത്തൊക്കെ നൃത്തം ചെയ്യിപ്പിക്കാൻ വേണ്ടി ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമല്ല വെറുതെ അവൾ നൃത്തം പഠിച്ചോട്ടെ എന്നുള്ള ആഗ്രഹമായിരിക്കാം. ഇതിനൊക്കെ വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ കറുത്തവർ ഡാൻസ് കളിക്കണ്ട എന്നുള്ള രീതിയിൽ അതൊന്നും അതൊക്കെ അരാജകത്വമെന്ന് പറയുന്ന രീതിയിലൊക്കെ ഇതിനെ മാറ്റുന്നത് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ കലാമണ്ഡലത്തിൽ ചിലങ്ക കെട്ടാനുള്ള ഒരു ആവേശം ഭയങ്കരമായിട്ട് നിൽക്കുമല്ലേ. ഇനിയൊന്ന് ദിവസമായാൽ മതി, ചൊവ്വാഴ്ച എന്നുള്ള ദിവസം കിട്ടിയാൽ മതി. സത്യമാണ് ഇന്നാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്ന് ഏറ്റ പല പരിപാടികളും ക്യാൻസൽ ചെയ്തു. കാരണം ഇന്ന് ശ്രീകണ്ഠൻ നായർ സാറിന് 1 കോടിയിലേക്ക് ക്ഷണം കിട്ടിയൊരു ദിവസമാണ്. ഇന്നായിരുന്നു എൻ്റെ ഷൂട്ട് വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാളും വലിയൊരു കാര്യമാണ് കേരള കലാമണ്ഡലത്തിൽ. പക്ഷേ എന്താ പറയുക, അത് മാറിപ്പോയി, എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മാറ്റപ്പെട്ടു. ഞാൻ ഇന്ന് പോകുന്നു പറഞ്ഞിട്ട് നേരത്തെ വരുന്നത് എനിക്ക് എന്റെ വ്യൂ പോയിന്റ് അതായിരുന്നു. കലാമണ്ഡലത്തിൽ ചിലങ്ക കെട്ടാൻ പോവുകയാണ്. അതെ അതെ അതെ, അത് വലിയൊരു പോയിന്റ് ആയിരുന്നു. അതാണ് ഞാൻ തേടിയെത്തിയത്. മറ്റതൊക്കെ ഞാൻ വിട്ടു. പക്ഷെ അവിടെ ഈ സത്യഭാമ എന്ന് പറയുന്ന ആ കലാപകാരിയുടെ ഒരു വാക്ക് നമുക്കൊരു ഗുണം ചെയ്തു എന്നും കൂടെ ഞാൻ പറയേണ്ടതായി. നമ്മളെ ഉപദ്രവിച്ചെങ്കിലും, അല്ലെങ്കിൽ അവരും നമ്മളെ തിരിച്ചറിയില്ലായിരുന്നു അല്ലെ, അങ്ങനെ ഇങ്ങടെയല്ലേ, അവരും തിരിച്ചറിയില്ലായിരുന്നു. ഇത്രയും നാളും നമ്മളെ അകറ്റി നിർത്തി ഒരു തിരിച്ചറിഞ്ഞല്ലോ. ഇനി നമുക്ക് വേണ്ട പാലക്കാടാണ് അല്ലേ. അത് ഇതൊക്കെ ചില ഇടങ്ങളിൽ ഇപ്പം നവോത്ഥാനം പറയുന്ന പല ആളുകളുടെ ഇടയിലും ചിന്തകൾക്ക് മാറ്റം വന്നിട്ട്, അതായത് കുറേ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പം നൃത്തത്തെക്കുറിച്ച് പറയുന്നത് ആരാണ്? സീനിയർ ആയിട്ടുള്ള നൃത്ത അധ്യാപകരാണ്. അധികവും നൃത്തത്തിൻ്റെ മേഖലകളിൽ നൃത്ത അധ്യാപികമാരാണ് ഇത് ഫോളോ ചെയ്ത് പോകുന്നവർ തന്നെ. അല്ലെങ്കിൽ സാംസ്കാരിക ഇടങ്ങളിലൊക്കെ ഒരു ഉപദേശം തേടുമ്പോൾ സീനിയറായിട്ടുള്ള അധ്യാപികമാർ, സ്ത്രീ കഥാപാത്രങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പുരുഷൻ മോഹിനിയാട്ടം ചെയ്ത് നന്നാവില്ല എന്നുള്ളൊരു പരാമർശം അങ്ങനെ ഉണ്ടായതുകൊണ്ടാണല്ലോ രാധാകൃഷ്ണൻ നായരും അതുപോലെ KP ലളിത ചേച്ചിയൊക്കെ നമുക്കെതിരായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ഫീൽഡിൽ നിൽക്കുന്ന ചില ആളുകളുടെ ഇത്തരം ചിന്തകളാണ്. അപ്പോൾ ആധുനിക കാലത്ത് നിന്നുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏതോ ഒരു കാലഘട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങളായ ചിന്തകളെ ഇന്നത്തെ കുറേ സീനിയറായിട്ടുള്ള അധ്യാപകർ ഇത് ഏറ്റു പറയുമ്പോൾ ഇല്ലാണ്ടാവാൻ പോകുന്നത് നാളെ ഒരു പിടി നർത്തകരെയാണ്. ഈ മോഹിനിയാട്ടം എന്ന കലാരൂപം കലാമണ്ഡലത്തിൽ പുനരുജ്ജീവിക്കുന്നത് ഒരു പുരുഷനായിട്ടുള്ള നൃത്താധ്യാപകനിലൂടെയാണ്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന എല്ലാ മോഹിനിയാട്ടക്കാരികളെയും മോഹിനിയാട്ടം പഠിപ്പിച്ചെന്ന് പറയാം. കാരണം അന്ന് ആ അധ്യാപകനില്ലെങ്കിൽ ഇന്ന് മോഹിനിയാട്ടം എന്ന കേരള കലാമണ്ഡലത്തിലില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മഹാകവി വള്ളത്തോൾ പറയുന്നത് ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് ചേരില്ല. ആ പേരിനെ, അതായത് അത്രയ്ക്കും ഒരു സെക്സ്വൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന നൃത്തരൂപം അത് അധപതിച്ച് ചീഞ്ഞളിഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. മോഹിനിയാട്ടക്കാർ എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും, അല്ലെങ്കിൽ ഒരു വേശ്യയ്ക്ക് തുല്യം കാണുന്ന ആ നർത്തകിമാരെ കാണുന്നൊരു ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു. ചരിത്രമാണ് ഞാൻ പറയുന്നത്. ആ ചരിത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആ മോഹിനിയാട്ടം എന്ന സങ്കേതത്തിലുണ്ടായിരുന്ന എല്ലാ അശ്ലീലതകളെയും തുടച്ചു മാറ്റിക്കൊണ്ട് അതിനൊരു പുതിയ ഭാവുകത്വം തുടങ്ങിക്കൊണ്ട് പുനരുജ്ജീവിപ്പിച്ചത് മഹാകവി വള്ളത്തോളാണ്. ഈ കൃഷ്ണപ്പണിക്കരാശാൻ എന്ന് പറയുന്ന നട്ടുവനിലൂടെയാണ് ഈ കളരിയിലൂടെ മോഹിനിയാട്ടത്തിൻ്റെ തിരി തെളിഞ്ഞത്, ഭദ്രദീപം തെളിഞ്ഞത്. അവിടെ നിന്നാണ് കല്യാണിക്കുട്ടിയമ്മയും കല്യാണിയമ്മയൊക്കെ ഉയർന്നു വരുന്നത്. മോഹിനിയാട്ടം ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടത്തിലൂടെ. അന്ന് വള്ളത്തോൾ പറഞ്ഞത് എന്താണെന്ന് പറയുമ്പോൾ ഈ കലാരൂപം മോഹിനിയാട്ടം എന്നുള്ള പേരിലല്ല അറിയപ്പെടേണ്ടത്, കൈരളി നൃത്തം എന്നുള്ള പേരിലൂടെയാണ് അറിയപ്പെടേണ്ടത്. അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മഹാനായ വള്ളത്തോൾ പറഞ്ഞ വാക്ക് അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇന്നും. ഞാനിവിടെ പറയുന്നത് സാംസ്കാരിക വകുപ്പിനോടും ബഹുമാനപ്പെട്ട കലാമണ്ഡലം VC തുടങ്ങിയിട്ടുള്ള ഭരണാധികാരികളോടും പറയുന്നത്, ഇന്ന് മോഹിനിയാട്ടം എന്നുള്ള പേരിൽ ഈ ലിംഗവിവേചനം ഉണ്ടാവാനുള്ള കാരണം ഈ മോഹിനി എന്നുള്ളൊരു പദം ഈ നൃത്തത്തോട് ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഹാനായ വള്ളത്തോൾ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം കേരള കലാമണ്ഡലം ചരിത്ര പുസ്തകങ്ങളടക്കമുണ്ട്. ആ ചരിത്രഭാഗത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മഹാനായ വള്ളത്തോൾ പറഞ്ഞ ഈ നാമം വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ മോഹിനിയാട്ടത്തിൻ്റെ പേര് തന്നെ മാറ്റിക്കൊണ്ട് കൈരളി നൃത്തം എന്ന് നാമകരണം ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കലാമണ്ഡലത്തിൽ പറയാനുള്ളത്, നാളിതുവരെ ഈ ഒരു പുരുഷ നട്ടുവൻ പഠിപ്പിച്ച കളരിയിൽ ഒരു നർത്തകന് പോലും പ്രവേശമില്ല. കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി ആയ ഈ സാഹചര്യത്തിൽ അവിടെ നൃത്ത വിഭാഗത്തിലേക്ക് ആൺകുട്ടികളെ കൂടി പ്രവേശിപ്പിക്കണം എന്നുള്ള അഭിപ്രായം ഒരു പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് അവിടെ കഥകളിയിൽ പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ വിദേശികളായിട്ടുള്ള ഒരുപാട്
പുരുഷന്മാരും സ്ത്രീകളും മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ ഇവിടെ വന്ന് പഠിച്ചു പോകുമ്പോൾ സ്വദേശികളായിട്ടുള്ള നമുക്ക് ഈ ലിംഗവിവേചനം കാരണം കൊണ്ട് കലാമണ്ഡലത്തിൽ അഡ്മിഷൻ നിഷേധിക്കപ്പെടുകയാണ്. ഇതെന്തൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോഴും സമൂഹം ഇതുപോലൊരു പൊട്ടിത്തെറിക്കലുണ്ടാവുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാവുന്നുള്ളൂ, കണ്ണു തുറക്കുന്നുള്ളൂ. ആ ചർച്ചകൾ അവിടെ അവസാനിക്കുകയും ചെയ്യാണ്, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. അതാണ്. അപ്പോൾ ഇനി ഈ ഒരു ചർച്ച അത്തരമൊരു മാറ്റങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പിനോടും കേരള മുഖ്യമന്ത്രിയോടും ഞാൻ ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറകിൽ ഇത് അടിസ്ഥാനപരമായി ഈ സ്ഥാപനത്തിൽ തന്നെ നിലനിൽക്കുന്നു, അത് മാറ്റപ്പെടേണ്ടതാണെന്ന് ഞാൻ തുറന്നു പറയുകയാണ്. തീർച്ചയായിട്ടും. ഒന്ന് ആലോചിക്കണം, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അതിലേക്കാണ്, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടാവുമായിരുന്നു. ഇനി അതാൽ ഉണ്ടാകാം, ഈ വീട്ടിൻ്റെ മുന്നിൽ കാണുന്നത് ഒരു പിടി സിനിമാക്കാരെയായിരുന്നു. തീർച്ചയായിട്ടും. ഇന്ന് ആരുമില്ല. ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പ്രതികരണങ്ങൾ തന്നിരുന്നു. ഇന്ന് രാവിലെ തന്നെ ആശാ ശരത്ത് വിളിച്ചിരുന്നു. അങ്ങനെ വളരെ അപൂർവം ചില ആളുകൾ മാത്രം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണങ്ങളാണ്. അപ്പോൾ ഒരു ആൾ നേരിട്ട് വന്ന് ആശ്വസിപ്പിക്കാൻ ഒരു പക്ഷേ തിരക്കായിരിക്കാം കേട്ടോ, പറയാൻ എളുപ്പമാണ്. അല്ല, അത് ഈ ഒരു കാര്യത്തിൽ പോട്ടെ. പക്ഷേ മറ്റൊരു കാര്യത്തിൽ മണിച്ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഒരാൾ അങ്ങനെ ഒരു പിന്തുണയുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ സംഗീത അക്കാദമി വിഷയത്തിൽ നമുക്ക് ഒരു ആത്മഹത്യ ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശ്രമം നടന്നു, അല്ലെങ്കിൽ അതിനുശേഷം നമ്മളൊന്ന് കൈപ്പിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത നടന്മാരുണ്ടായിരുന്നു. അതുപോലെ ആ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംവിധായകരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ സഹായിച്ചിട്ടുണ്ട് ചേട്ടൻ, 10 പൈസ പ്രതിഫലം വാങ്ങിക്കാതെ. ഞാൻ വിളിച്ചു പറയല്ല, അല്ല, എനിക്കറിയാം, എനിക്കും അറിയാവുന്ന ഒരാളാണ്. ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്തിട്ട് ഒരു ചെറിയ അവസരം, എനിക്ക് വർഷത്തിൽ 1-2 സിനിമയിൽ ചെറിയ വേഷം മതി. ഞാൻ പറഞ്ഞത് സിനിമാ നടനാവാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഒരു നർത്തകൻ എന്നുള്ളൊരു ക്വാളിറ്റി നമ്മളിലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ട് എനിക്ക് നൃത്ത പരിപാടികൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാമായിരുന്നു, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഇത്രയും ക്വാളിഫൈഡ് ആയിട്ട് നമുക്കൊരു ജോലി, ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല ഈ ഇത്രയും വർഷമായി. പിന്നെ ഒരു നൃത്ത പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തികമായി തരാനായിട്ട് ആരും മെനക്കെടുന്നില്ല. കാരണം അവർ പറയുന്നത് അപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു സിനിമാ നടി കൂടെ കളിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പൈസയ്ക്ക് ഞങ്ങൾ ചെയ്തു തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പുറത്ത് വാമഭാഗത്തൊരു സിനിമാ നടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിക്കപ്പോൾ സിനിമയുടെ ഇതില്ലാത്തത് കൊണ്ടാണ് മണ്ണിയുടെ അനിയൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ 4-5 സിനിമകളൊക്കെ ചെയ്തുവെങ്കിലും അത്തരമൊരു വാല്യൂ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് പോവാം. പക്ഷെ ഒരുപാട് സാധ്യതകളുണ്ട്, അന്നൊന്നുമില്ല. ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്, അത് കിട്ടുന്നില്ല. എന്നാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നു മണിച്ചേട്ടൻ്റെ അനിയനല്ലേ. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത്, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാമല്ലോ, മണിച്ചേട്ടൻ്റെ അനിയനായുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിച്ച അവസരം തരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ സൗഹൃദ സംഭാഷണത്തിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ എവിടെയാണ് ചെന്ന് ചോദിക്കുക, ആരോടാ ചെന്ന് ചോദിക്കുക? അപ്പോൾ നമ്മളൊരു നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യം കഴിവ് തെളിയിച്ച പടങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നമ്മുടെ കയ്യിലുണ്ട്. തീറ്ററപ്പായി നമ്മളാണ് ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്തരം പടങ്ങളിൽ നമ്മുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ, പടത്തിൻ്റെ വിജയപരാജയങ്ങൾ എന്തോ ആവട്ടെ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പെർഫോമൻസിനെ നോക്കുമ്പോൾ ഇയാളെ കൊണ്ട് ഇപ്പം ഞാൻ ചെയ്തത് മോശമാണെങ്കിൽ പോലും ഇയാളുടെ ടാലൻ്റ് ഉണ്ട്, ചെയ്തെടുപ്പിക്കാം എന്നെങ്കിലും ഒരു തോന്നലില്ല ആരെങ്കിലും ഇല്ല. അങ്ങനൊരു വരവ് ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആ ഒരു വിഷമം വലിയ വിഷമമാണ് അല്ലേ? വിഷമം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമാ നടനാകുക അല്ലെങ്കിൽ സെലിബ്രിറ്റി ആകുക എന്നുള്ളൊരു ആഗ്രഹമല്ല. നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ജീവിതം, ഒരു നൃത്ത പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ ചേട്ടൻ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സഹായങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും, ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റ്, അങ്ങനെ ഒരുപാട്. ഇപ്പോഴാണ് ചെറിയൊരു വരവ് കുറഞ്ഞിട്ടുള്ളൂ. കാരണം ഇവിടെ വന്നാൽ ഒന്നുമില്ല കിട്ടാൻ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സാഹചര്യം എന്നുള്ളത് ആൾക്കാർ മനസ്സിലായത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ വരുന്നെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നിലകൊള്ളാൻ ചേട്ടൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, എന്തായാലും നമുക്കിങ്ങനെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് സാമ്പത്തികമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അല്ലേ? ആശാ ശരത്ത് വന്നു, നവ്യ നായർ വന്നു അല്ലേ? സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ ആശാ ശരത്ത് നേരിട്ട് നവ്യ വിളിച്ചിരുന്നു? ഇല്ല. ആശാ ശരത്ത് നേരിട്ട് വിളിച്ചിരുന്നു. ഇതൊന്നും അല്ലാതെ സുരേഷ് ഗോപി അദ്ദേഹത്തിന് കുടുംബക്ഷേത്രത്തിലേക്ക് എന്തുമായിക്കോട്ടെ ക്ഷണിച്ചു അല്ലേ? അപ്പോൾ ആ താങ്കൾ പറഞ്ഞ് എനിക്കുള്ളൂ,
ഒരു സിനിമാ മേഖല ഒരാളെങ്കിലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് 8 വർഷം കഴിഞ്ഞിട്ട് ഒരു വിളി വന്നതുകൊണ്ടാണ്. അത് 8 വർഷം നമുക്ക് ഇതിനകം അതായത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവരെയൊക്കെ കണ്ടത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനുള്ള സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ ഇവർ നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അതെ അതെ. സ്വന്തം സഹോദരനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കുന്നു, ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വിളമ്പി കൊടുക്കുന്നു. ഇവർ വരുമ്പോൾ നമുക്കൊരു ഉത്സവമാണ്. ചേട്ടൻ പോയതോടു കൂടി ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അവിടെ എല്ലാം ആർ&ബി ആ വീടിൽ ഓടി നടക്കുക. അതെ അല്ലേ? അതെ. ഇവരോടൊപ്പം അപ്പൊ നമ്മൾ ഇവരുടെ ഒരു പ്രസൻസ് നമ്മൾ ആഗ്രഹിച്ചത്. എൻ്റെ സഹോദരനെ പോലെ കണ്ടവരാണ് ഇവരെല്ലാവരെയും. ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. കണ്ണൻ എന്ന പേരിൽ ഇവർക്ക് എന്നെ എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ നമ്മളുടെ അവസ്ഥ എങ്ങനെയായിട്ട് പോലും ഇപ്പോൾ ആരുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ ആ വിഷമം പിൻവലിക്കുകയാണ്. തിരക്കായിരിക്കും അവർക്ക്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാവരും തിരക്കുള്ളവരാണല്ലോ. ഇനി ചേട്ടൻ്റെ ചരമദിനത്തിന് ഒരാളെ വിളിച്ചാൽ പോലും തിരക്കാണ് അവർക്ക്. ഒരാളെ കിട്ടാൻ നിവൃത്തിയില്ല. കാരണം സിനിമയെ റെപ്രസെൻ്റ് ചെയ്ത് ആരെങ്കിലും ഒരാൾ വരുത്തണം അല്ലെങ്കിൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ പലവരും വിളിക്കും. പക്ഷേ ഇതാണ് അവസ്ഥ. ഞാൻ ഉൾക്കൊണ്ട് തന്നെയാണ് ചോദിച്ചത് ഈ കാര്യങ്ങൾ. ഞാൻ ഈ വിഷയങ്ങളുണ്ടായിട്ട് നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ നോക്കുന്നു, ഒരാളുടെ ഒരു പ്രതികരണം കാണുന്നില്ല. അല്ലേ? ഇത് ഇന്നല്ല, ഇതിനു മുമ്പും വിഷയങ്ങളുണ്ടായി. ഇത് വലിയ സമൂഹം ഏറ്റെടുത്തൊരു വിഷയമായി മാറി. അല്ലെ? വലിയ സമൂഹം, ലോകത്തുള്ള എല്ലാ മലയാളികളും ഏറ്റെടുത്തൊരു വിഷയമായി. എന്നിട്ട് പോലും ഒരു തൻ്റെ അടുത്തോടു കൂടി ഒന്ന് ഇറങ്ങി ഒന്ന് പറയാൻ, ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ എന്തേ ഇവർക്കൊക്കെ മടി? ഇപ്പം ഞാൻ സിനിമാ നടനല്ലാത്തത് കൊണ്ടായിരിക്കാം. വേണമെങ്കിൽ സിനിമാ നടൻ്റെ അനിയനാണല്ലോ. അവിടെയാണ് ഞാൻ മണി ഉണ്ടായിരുന്നെങ്കിൽ, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ സിനിമാക്കാരുടെ തിരക്കായിരിക്കും. അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ മണിച്ചേട്ടൻ കാണണ്ടേ? അല്ലേ? എന്താണ് ഞാൻ കാണുന്നത്? അത് അന്നോ ഒപ്പം നിന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞാൽ അത് വേറെ രീതിയിൽ ആൾക്കാർ വേറെ രീതിക്ക് തെറ്റിദ്ധരിക്കും. എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഉണ്ട്. ചെറുപ്പത്തിൽ ആണ് കണ്ണൻ എന്ന് വിളിക്കുന്ന ആളുകൾ ഓടി നടക്കുമ്പോൾ അന്ന് മണിച്ചേട്ടൻ പറഞ്ഞൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ വന്നു. ഇവനെ ഡാൻസ് പഠിപ്പിക്കണം, ഇവൻ ഡാൻസുകാരനാകാനാണ് ഇഷ്ടം. എപ്പോഴും നിങ്ങൾ തമ്മിൽ വാക്കുകൾക്കുണ്ടാവും, തർക്കങ്ങളുണ്ടാവും, തമാശക്കാണ്. അല്ലെ? ഇതൊക്കെ ഒരു ചരിത്രമല്ല വീട്ടിൻ്റെ ഉള്ളിൽ? തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പം എന്താ പറയുക, ഞങ്ങൾ ചേട്ടനെ എന്നെ വിഷമിപ്പിക്കുന്ന സമയത്ത് അമ്മ പറയും ഇവനെ ഞങ്ങൾ പിച്ചക്കാരന് കൊടുക്കും, വിൽക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ 8 മക്കളെന്ന് പറയുന്നത്. ഞങ്ങൾ അതുപോലെ ജീവിച്ചവരാണ്. ഞങ്ങൾ എന്താ പറയുക, ആനന്ദം ദരിദ്രത്തിലാണെങ്കിലും ഞങ്ങൾ അന്ന് അത്രയും സന്തോഷത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ ദുഃഖം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങളുടെയൊക്കെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചപ്പോൾ ഈ സത്യം എങ്ങനെ തുറന്ന് പറയും അല്ലെങ്കിൽ ഇവരെങ്ങനെ തുറന്ന് കാണിക്കുമെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നീറി നിൽക്കുകയാണ് ഇപ്പോഴും നമ്മൾ. ഇവരൊക്കെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. എൻ്റെ സഹോദരൻ മരിച്ചിട്ട് അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പലവരും അതുവരെ കൂടെ നിന്ന പലവരും മാറി. എനിക്ക് അതിനെക്കുറിച്ച് അറിയണമല്ലോ. അപ്പം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മണി വാസ് ഡൈഡ് ഓൺ മീഥൈൽ ആൽക്കഹോൾ പോയ്സണിങ് എന്ന് പറയുമ്പോൾ നമ്മളത് വെറുതെ ഇരിക്കാൻ പറ്റും? ഈ കേരള സമൂഹം മുഴുവനും നമ്മളെ അന്വേഷിച്ച് വരുന്ന സമയത്ത് നമ്മളത് ഒന്നിനും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് നിയമത്തിൻ്റെ ഉപദേശം നമുക്കറിയാനും സന്നദ്ധമായി നിൽക്കണം. നമുക്കറിയാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് വന്നപ്പോഴേക്കും ആൾക്കാർ പറഞ്ഞു അവൻ പേരെടുക്കാനാണ്, അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്വത്ത് തട്ടിപ്പറിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വശങ്ങളിൽ നിന്നുള്ള പല കുത്തലുകളും ഇതൊക്കെ നമുക്ക് സഹിക്കേണ്ടി വന്നു. എന്തായാലും അങ്ങനെ പറയുന്നത് എന്തേ ഇപ്പോഴും ഈ വീട്ടിൽ താമസിക്കുന്നു? ഇത് എന്താ പറയുക, ഇത് ഞങ്ങളുടെ അല്ല ഞാൻ പറയാം അവരോട് എന്തേ ഇപ്പോഴും ഈ വീട്ടിൽ താമസം, ആ ഒരു ചോദ്യം. അല്ല, ഞാൻ ചേട്ടനുള്ള സമയത്ത് ഇപ്പം നിങ്ങൾക്കറിയാം ഭയങ്കര ഒരു നാണംകുണിയായിരുന്നു. ചേട്ടൻ സിനിമയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യാനോ നിങ്ങളാരും എന്നെ അവിടെ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഒരു ലൊക്കേഷനിലോ ഒരു അടിച്ചു പൊളിച്ച് പരിപാടിയിലൊന്നും ഒരു വേദിയിലൊന്നും ഞാൻ വരാറില്ല. അപ്പോൾ ഒക്കെ നമ്മുടെ ചേട്ടൻ ആണല്ലോ, സിനിമാ നടനാണെന്ന ധാരണ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സ്വന്തം അല്ലേ. പിന്നെ എന്താ പറയുക, എനിക്ക് ചേട്ടൻ കാറ് വാങ്ങിച്ചു തരാം, അങ്ങനെ എനിക്ക് ഡ്രൈവിങ്ങും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ചേട്ടൻ സ്വിഫ്റ്റ് കാറൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ചേട്ടൻ എങ്ങനെയാണോ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത് അത് നമുക്കൊരു മാതൃകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡിലൂടെ നമ്മൾ പഠിച്ചു ഉയർന്ന് ഇവിടെ വരാനാണ് എനിക്ക് താല്പര്യം. അത് ചേട്ടൻ്റെ മുമ്പിൽ കാണിക്കാനാണ് എനിക്ക് താല്പര്യം. അതല്ലാതെ എല്ലാത്തിനും കൈത്താങ്ങയാക്കി നിൽക്കുമ്പോൾ നമുക്കതിന് ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ തന്നെ നേടിയെടുക്കുമ്പോഴാണ് അതിനൊരു സുഖം. അത് ചേട്ടനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ ഞങ്ങൾക്ക് അമ്പിളിമാവനെ വേണമെന്ന് പറഞ്ഞാലും ചേട്ടൻ പിടിച്ചു കൊണ്ടുതരും. അതുപോലെ ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സുഖം അനുഭവിച്ചിട്ട് തന്നെയാണ് ചേട്ടൻ പോയിട്ടുള്ളൂ. വയറ് നിറയെ ആഹാരം, വസ്ത്രം, സന്തോഷം, യാത്രകൾ, സിനിമകൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെയും ഞങ്ങളെ
സന്തോഷിപ്പിച്ചിട്ടുണ്ട് ചേട്ടൻ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ. ഞങ്ങളുടെ ബന്ധങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ സഹോദര ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അങ്ങനെയായിരുന്നു. ഇവിടെയൊക്കെയാണ് ചോദ്യം ഉയരുന്നത്. ഇത്രയും മലയാളികൾ, ലോകത്തുള്ള മലയാളികൾ മണിച്ചേട്ടനെ സ്നേഹിക്കുന്നു, ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായപ്പോൾ താങ്കളെ സ്നേഹിക്കുന്നു, എന്നിട്ടും എന്തേ ചില ആളുകൾ മാത്രം ഇങ്ങനെ ഇപ്പോഴും ആയിട്ട് നിൽക്കുന്നത്? എന്താണ് ഇങ്ങനെ? അവരെന്താണ് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൽ പൊട്ടിത്തെറികൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു, നമ്മൾ അവൻ്റെ ബാഹ്യമായ രൂപവും പ്രകടനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനുള്ളിലെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അത് മെഷർ ചെയ്യാനുള്ള മെഷീൻസൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെയാണ് നമുക്ക് മനസ്സിലാകുക ഇതൊക്കെ വെറുതും ജാടകളായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഷോക്ക് കിട്ടുന്നൊരവസ്ഥയുണ്ട്. ആ ഒരു ഷോക്കടിച്ച പോലെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. എല്ലാവരും മുമ്പിൽ ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷേ എങ്ങനെയോ ജീവിതം മുന്നോട്ട് പോകുന്നു ഈ 8 വർഷക്കാലമായിട്ട്. അല്ല, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ? എനിക്ക് സാമ്പത്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നും ഇന്നും ഞാൻ നൃത്തം പഠിപ്പിച്ച് കിട്ടുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വളരെ സുഖമായി, അതായത് സന്തോഷമായി ജീവിക്കുന്ന ഒരു വ്യക്തി. ഒരുപാട് ആർഭാടങ്ങൾ എനിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ലക്ഷറീസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ എന്തെങ്കിലും യാത്രകൾക്ക് പോവുകയാണെങ്കിൽ ഒരു വണ്ടി വാടകയ്ക്ക് വിളിക്കും, അതിൻ്റെ വാടക ഞാൻ ചെല്ലണം എന്ന് പറയുന്ന ആൾക്കാർ കൊടുത്തോളും. പിന്നെ ഇവിടെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്താ പറയുക നൃത്തവും നൃത്ത ക്ലാസ്സുകളും ഒക്കെ ആയിട്ടാണ് എല്ലാ ദിവസവും നമ്മുടെ ഒരു സ്റ്റൈൽ പോകുന്നത് തന്നെ. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ അങ്ങനെയാണ് പോകുന്നത്. അല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു അടിച്ചു പൊളിച്ച് നടക്കുന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ കാർ ഓടിച്ച് പൊളിച്ച് നോക്കുന്നൊരു സ്വഭാവം, അതൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ എനിക്കൊരു എന്താ പറയുക സാമ്പത്തിക ഭദ്രതയില്ല എന്നേ ഉള്ളൂ. ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഇന്ന് ഈ രീതി വരെ ലളിതമായി നാളത്തേക്കൊന്നുമില്ല. നാളെ ഒരു ആശുപത്രി കേസ് വന്നാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി തന്നെയാണ് ആശ്രയം. അത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ള സമാധാനം. അത്രയേ ഉള്ളൂ. അതൊരു സമാധാനമാണ്. കാരണം ഒന്നും എടുത്തു കൊണ്ടുപോകാനും ഒന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തേക്കുള്ള നമ്മുടെ കയ്യിലുണ്ട്. വിദ്യാഭ്യാസം ഉണ്ട് നമ്മുടെ കയ്യിൽ, കലയുണ്ട് കയ്യിൽ. ആ കലയാണ് ഏറ്റവും വലിയ ഗുണമായിരിക്കുന്നത് അല്ലേ? ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒത്തിരി ആളുകൾ പിന്തുണയായിട്ട് വന്നു അല്ലേ? രാഷ്ട്രീയക്കാരുടെ പിന്തുണയൊക്കെ എങ്ങനെയാണ്? രാഷ്ട്രീയക്കാരുടെ പിന്തുണ എങ്ങനെയാണ്? നമുക്ക് രാഷ്ട്രീയം എന്നുള്ളത് നമുക്കറിയാലോ, അതവരെ പ്രസൻസ് കാണിക്കുക എന്നുള്ളതാണ്. എല്ലാവരും വരും പോകും, ഇത് 2-3 ദിവസം കൊണ്ട് കഴിയും, അത്രേ ഉള്ളൂ. ചേട്ടൻ മരിച്ചപ്പോഴും ഒരുപാട് ആൾക്കാർ വന്നു പോയി, സിനിമാ നടന്മാരും എല്ലാവരും വന്നു, അതിപ്പോൾ ആ ഒഴുക്ക് നിന്നു. പക്ഷെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഇപ്പോഴും. രാഷ്ട്രീയക്കാർ ഇതാണ്, ഒരു സമയം വരുമ്പോൾ ഞങ്ങളുണ്ട് പുറകിൽ. അപ്പോൾ അത് പറയുന്നു പോകുന്നു, നമ്മളത് അംഗീകരിക്കുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഇടപെട്ട് വന്നിരുന്നു? ഇടപെട ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അല്ല, ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഒരു ഉറപ്പ് തന്നിരുന്നു? അതെ, ഐക്യദാർഢ്യം. അത് പറയാൻ എളുപ്പമാണല്ലോ അല്ലേ? പറയാൻ മാറി വരുന്ന ഭരണങ്ങൾക്ക് വേണമെങ്കിൽ താങ്കൾ ഒരു നൃത്താധ്യാപകനായി നിർത്താനൊക്കെ പല സോഴ്സുമുണ്ട്, എന്നിട്ടും ചെയ്തിട്ടില്ല. ഇല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഇനിയും താഴേക്ക്, ഇപ്പം എനിക്ക് ഉണ്ടായതോ താഴേക്കടയിലുള്ള നമ്മളെ പുറത്ത് വരുന്ന പിള്ളേർക്ക് ഇനി ഉണ്ടാവരുത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കലാമേഖലയിൽ ഇങ്ങനെ വിവേചനം ഉണ്ടാവാതെ സൂക്ഷിക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന ചില വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം മാത്രമേ എനിക്ക് പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞു. മണിച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചില്ലേ ഈ വിഷയം ഉണ്ടായപ്പോൾ? തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസവും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയാണ്. ഓക്കെ, എല്ലാ ദിവസവും വേണമെന്നോ? പക്ഷേ ഈ ഒരു ഇഷ്യൂ അതെ, നമ്മുടെ അത് കുടുംബപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ഞാൻ പല ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ചേട്ടനൊന്ന് വന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ടുപോകാൻ, ഇതൊന്ന് പറയാനായിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. ചില സമയത്ത് ചേട്ടൻ വന്നു എന്നുള്ള സന്തോഷം, സ്വപ്നത്തിൽ ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ വന്നൂലോ എന്ന്. പക്ഷെ നേരം വെളുക്കുമ്പോഴാണ് ചേട്ടൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ സങ്കല്പിക്കല്ല, സ്വപ്നത്തിൽ കാണും. അപ്പോൾ മരിച്ചിട്ടില്ല ചേട്ടൻ, നമ്മുടെ ഒപ്പം ഉണ്ട് ചേട്ടൻ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ശൂന്യല്ലേ. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ സന്തോഷം അതുപോലെ. ഇതിൻ്റെ സങ്കടമൊക്കെ നിങ്ങൾ മണിച്ചേട്ടനോടല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നതും ഒപ്പത്തിന് ഫൈറ്റ് ചെയ്യാൻ നിന്നും ചേട്ടൻ തന്നെയായിരുന്നു. ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് താങ്കൾ, ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി സങ്കടങ്ങളും അതോടൊപ്പം എല്ലാം ഉള്ളിൽ ഒതുക്കി ചിരിച്ചു നടക്കുന്നൊരു രമേഷിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എപ്പോഴും ചിരിച്ചു നടക്കുന്ന ഓരോന്ന് ചോദിക്കുമ്പോൾ വീണ്ടും സങ്കടത്തിലേക്ക്. താങ്കൾ എത്രമാത്രമാണ്
ആ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് ഇഴുകിച്ചേർന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും താങ്കൾ ഈ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ. പറയുന്നവർ പലതും പറയും, പക്ഷേ താങ്കളുടെ വേദന ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തി ഹൈദരലി എന്ന നിലയിൽ തന്നെ ഈ കാര്യങ്ങൾ ഞാൻ ചോദിച്ചതും. ഞാൻ കണ്ടിരിക്കുന്ന ഇവിടെ വരുമ്പോൾ ഓടിച്ചാടി നടക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ, കൂടപ്പുറപ്പിനെ പോലെ അല്ലായിരിക്കും മണിച്ചേട്ടൻ്റെ കൂടെ ഓടി നടക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെയാണ് ഇന്നത്തെ ആ സാഹചര്യം വീണ്ടും വീണ്ടും നമ്മൾ ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കൈത്താങ്ങാകുമായിരുന്നു എന്ന്. ആ ചിന്താഗതിയാണ് താങ്കളെ ഇങ്ങനെ, അല്ലേ? ഇപ്പം ഈ സത്യഭാമ എന്ന് പറയുന്ന വൃത്തികെട്ട ആള് ഇങ്ങനെ പറഞ്ഞപ്പോഴും അമ്മയെ വിളിച്ചു, പെറ്റ തള്ള സഹിക്കില്ല എന്ന്. ആ ഒരു വിളി, അമ്മയാണ് വിളിച്ചത്, സ്വന്തം അമ്മയാണ് വിളിക്കുന്നത്. ആ ഒരു സാഹചര്യം മണിച്ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിലൊന്ന് ആലോചിക്കൂ. തീർച്ചയായിട്ടും വലിയൊരു പ്രത്യാഘാതം തന്നെ ഇവിടെ സംസ്കാര രംഗത്തുണ്ടാവും. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിലൊക്കെ ചെലുത്താൻ പറ്റിയ ശക്തിയായിരുന്നു ചേട്ടൻ. എന്തെങ്കിലും ഒരു നിലപാടുകൾ ഇന്ന് തന്നെ ഉണ്ടായേനെ, അന്ന് തന്നെ ഉണ്ടായേനെ. ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങൾക്ക് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഒരു നിലപാടുകൾ അന്ന് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് തന്നെ തീരുമാനം ഉണ്ടായേനെ. എന്ത് വൈകുന്നു? ഒരു വൈകും. ഇപ്പോൾ ഇത്ര വൈകാരികമാകുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ അടുത്തെത്തുമ്പോഴാണ്. ചിലപ്പോൾ സാധാരണ ഒരു ചാനൽ, ഒരുപാട് ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതവും ചേട്ടനും ഒക്കെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു വേദനയുണ്ടാവും. അപ്പോഴായിരിക്കും നമ്മളറിയാതെ ചങ്കുപൊട്ട്. ഇന്നലെ മിനിഞ്ഞാന്നാളും ഞാനൊരു മരം പോലെയായിരുന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ ഇന്നാണ് എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. പൊതുജനങ്ങളുടെ സ്നേഹം, അതൊക്കെ ഇന്നാണ് ഞാൻ മൊബൈൽ നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ഉരുകുന്നത്. എന്തായാലും പിടിച്ചു നിൽക്കാണ്ട് വയ്യല്ലോ മരിക്കുന്നത് വരെ. എന്തൊക്കെ പിടിച്ചു നിന്നു അല്ലേ? അതെ, ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. പിന്നെ ചേട്ടൻ പോയതിനു ശേഷം നമ്മളെങ്ങനെ തുടർന്ന് ജീവിക്കും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് നമ്മൾ സമൂഹത്തിൽ എൻ്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞ അപമതികൾ ഒരുപാട് ഞാൻ കേട്ടു. അപ്പോൾ ചേട്ടൻ്റെ ശബ്ദമായിട്ട് എനിക്ക് മാറേണ്ടി വന്നു. പലയിടത്തും എനിക്ക് സംസാരിക്കേണ്ടി വന്നു. ഈ പറയുന്ന കൂടെ നിന്ന കുറേ താരങ്ങൾ വരെ നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വന്നു. പക്ഷേ അവർക്ക് മനുഷ്യേട്ടൻ മരിച്ചിട്ട് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബക്കാർക്ക് ഞങ്ങളുടെ ഗൃഹനാഥനും കൂടപ്പിറപ്പും അച്ഛനും അമ്മയുമായിട്ടുള്ള ആളാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വിഷമം എന്താണെന്ന് അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. എല്ലാവരെയും അല്ല ഉദ്ദേശിച്ച ചില ആളുകളെ. മനസ്സിലായി. എല്ലാ യാത്രയിലും, ഇപ്പോഴുള്ള യാത്രയിലും മണിച്ചേട്ടൻ്റെ മടിയിലിരുന്നാണ് യാത്ര ചെയ്യുന്നൊരു വിശ്വാസത്തിലല്ലേ യാത്ര ചെയ്യുന്നത്? അതായത് ഓരോ ഇടങ്ങളിലും ചേട്ടൻ്റെ ആത്മാക്കളും അതൊക്കെ ഓരോ അംശങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പെട്ടുപോയാൽ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഓടിയെത്തും. ഞാൻ ഒരു ഉദാഹരണം, ഈ അടുത്ത് കലാമണ്ഡലത്തിന് മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനി ബസ് കിട്ടുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. തന്നെ ഞാൻ പ്രൈവറ്റ് ബസ്സുകളൊക്കെ കഴിഞ്ഞു. അവിടുത്തെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ പരിപാടിയും ഞാൻ കാണാൻ പോകും. അപ്പോൾ ആ പരിപാടി നിന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇനി ബസ് എപ്പോഴാണ് കിട്ടുക. അപ്പോൾ അലക്ഷ്യമായിട്ട് ഞാൻ വന്ന ട്രാൻസ്പോർട്ടിനെ കൈ കാണിച്ചു കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ബസ് കുറേ അങ്ങ് ദൂരത്ത് കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്നു. ബസ്സിലല്ല, ഞാൻ കണ്ടക്ടർ ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചു വരാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓടി അവിടം വരെ, ഏകദേശം ഒരു 500 മീറ്ററോളം ഓടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റ് പോലത്തെ ഒരു ബസ്സായിരുന്നു. അപ്പോൾ അതിലെന്ന് വെച്ചാൽ കണ്ടക്ടർ കം ഡ്രൈവറാണല്ലോ. അപ്പോൾ ഈ ഓടിച്ച ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് പിന്നെ കണ്ടക്ടറോട് ഡ്രൈവ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഈ ഡ്രൈവർ പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, എൻ്റെ മണിച്ചേട്ടൻ്റെ അനിയനല്ലേ, നിങ്ങളെ വഴിയിൽ നിർത്തിയിട്ട് പോയാൽ ഞങ്ങളുടെ മണിച്ചേട്ടൻ പൊറുക്കില്ല എന്ന് പറയുന്ന കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അത്രയും അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഞാൻ കാലടിയിൽ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് പലവരും എനിക്ക് ലിഫ്റ്റ് തരാൻ വേണ്ടി വിളിക്കും. അതൊക്കെ ചേട്ടനോട് ഇഷ്ടമുള്ളതും കൊണ്ടും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ. എവിടെ പോയി നമ്മൾ നിന്നാലും നമ്മളെത്തിക്കേണ്ടോടത്തേക്ക് ചേട്ടൻ തന്നെ എത്തിക്കും. ചേട്ടൻ്റെ പ്രതിനിധികളായി പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ മുമ്പോട്ട് അവർ വരും. വഴിയിൽ കിടക്കേണ്ടതായി വരില്ല. ഇല്ല, ഒരിക്കലും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും നമുക്ക് കൃത്യമായ അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. അതാണ് ചേട്ടൻ.
ആ ചേട്ടൻ്റെ അനുജനാണ് ഇപ്പോൾ. ഇല്ല, ഇത് എന്താ പറയുക, നമ്മളിപ്പം സൗഹൃദത്തിൻ്റെ പേര് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണെന്നറിയാൻ കാരണം, എൻ്റെ കണ്ണെന്നറിയാൻ കാരണം ആക്ഷൻ ആൻഡ് റിയാക്ഷനാണ്. ഒരു തിരുനാളം ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് തന്നെ. ഇത് നമുക്ക് അനുഭവിക്കാണ്ട് പറ്റില്ല. ചേട്ടൻ ഒരുപാട് ശക്തമായിട്ട് നേരിട്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടൻ്റെ കഥ പറയുമ്പോൾ നമ്മളങ്ങനെ കണ്ണു നനഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർഷകൻ എന്ന പേരിൽ നായികമാരെ പോലും കിട്ടാത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മണിച്ചേട്ടൻ കടന്നു പോയ. അതെ അതെ ചങ്കൂറ്റത്തോടുകൂടി വിനയൻ സാറ് ഇറങ്ങി തിരിച്ചാണ്. അതെ അതെ നമുക്ക് മറക്കാൻ കഴിയില്ല അല്ലെ, എത്രയോ നായികമാരെ അടുത്ത് വിനയൻ സാറ് സമീപിച്ചു. അവസാനം ഐശ്വര്യ റായിയുടെ കൂടെ അഭിനയിച്ചു അല്ലേ, ആലോചിച്ചു നോക്കി. അതെ അതെ. അവിടെയും ചങ്കൂറ്റത്തോട് നിന്നു കലാഭവൻ മണി എന്ന് പറഞ്ഞ ആ വ്യക്തി. ആ വ്യക്തിയുടെ അനുജനാണ് ഈ ചങ്കൂറ്റത്തോട് തീർച്ചയായിട്ടും ആ ചങ്കൂറ്റത്തോട് കൂടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. പോരാട്ടമാണ് വിജയിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ണുനീരുകൾ ചേട്ടനുമായി ഷെയർ ചെയ്യുന്ന ആ പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അതെ തീർച്ചയായിട്ടും സൗഹൃദത്തിന്റെ ഭാഗമായി. അല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും പറയേണ്ടതില്ല, സംസാരിക്കേണ്ടതല്ല. ഞാൻ ഇന്ന് തേടിയെത്തിയത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ തേടിയെത്താനുള്ള കാരണം, ഇന്ന് വരാനുള്ള കാരണം, മറ്റതെല്ലാം കഴിഞ്ഞു. ഇന്ന് വരാൻ ഏറ്റവും ആഗ്രഹിച്ച കലാമണ്ഡലത്തിൽ നമ്മൾ ചിലങ്ക കെട്ടാൻ പോവാണ്. ആ ഒരു സന്തോഷം, ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പം മണിച്ചേട്ടനായിരിക്കും. അതെ, ചേട്ടൻ കലാമണ്ഡലത്തിൽ അഡ്മിഷൻ എനിക്ക് MPhil PhD കിട്ടാതായപ്പോൾ MA ബേബി സാറുമായിട്ട് ഭയങ്കര കസർത്ത് നിർത്തിയാണ്. നിങ്ങൾ എന്താണ് SC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് അഡ്മിഷൻ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ 4 സീറ്റുള്ളൂ. 4 സീറ്റും മറ്റു ആൾക്കാർക്ക് റിസർവേഷൻ ഇല്ലാതെ തന്നെ കൊടുത്തു കഴിഞ്ഞു. പിന്നെയാണ് പറഞ്ഞ് ആ റിസർവേഷൻ ഫില്ല് ചെയ്ത് 8 സീറ്റാക്കി. അതിലൊരു സീറ്റ് എനിക്ക് വാങ്ങിച്ചു തന്നു. വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമുക്ക് അർഹതയുള്ള സീറ്റ്. അത് കഴിഞ്ഞ് പിന്നെ പരീക്ഷ കഴിഞ്ഞു, റാങ്ക് വന്നു, ഫസ്റ്റ് റാങ്ക്, ടോപ്പ് സ്കോററായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം മാർക്ക് അങ്ങോട്ട് തിരുത്തി മാറ്റി. അവിടെയും ചേട്ടൻ ബഹളം വെച്ചു. പത്രങ്ങൾ എഴുതി വീണ്ടും ഇത് ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ചേട്ടനെ ശരിക്കും നിരന്തരം ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പാവം. അതിന് എന്താ പറയുക, ഇത് കേൾക്കുമ്പോൾ മനസ്സമാധാനമില്ലല്ലോ ദൈവമേ എന്നൊരവസ്ഥയിലേക്ക് എത്തുമല്ലോ. തീർച്ചയായിട്ടും പഠിക്കാൻ പോലും പറ്റുന്നില്ല, സീറ്റ് കിട്ടുന്നില്ല, പഠിച്ച് കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് അത് നിരസിക്കപ്പെടുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നിരന്തരം ഇങ്ങനെ ആൾ ഇറത്ത് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ അതാണ് ഞാൻ പറയുക. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം രാമകൃഷ്ണൻ സന്തോഷിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് മണിച്ചേട്ടൻ പരലോകത്തിനും സന്തോഷമായിരിക്കും ചിലങ്ക കിട്ടും. അതെ, അങ്ങനെയാണ് അവസാനം. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയില്ല എവിടെ മാറും, എപ്പോൾ മാറും. നമ്മൾ ചിലങ്ക കിട്ടി അവിടെ ആടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട് എന്തായാലും. അത്ര തന്നെ. അത് SFI പറഞ്ഞ ഒരു സംഘടന പറഞ്ഞെങ്കിൽ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ധീരമായി പോരാടുന്ന സംഘടനയാണല്ലോ, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാമെന്ന് മാത്രമേ ഞാൻ പറയൂ. ഇനി മറ്റുള്ളവരെന്താണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയും മാറിയ ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതെ അതെ. എന്തായാലും പോരാടുക, കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, കൂടെ ഉണ്ടാവും. കറുത്തതാണ് ഏറ്റവും അഴക്, കറുപ്പിനാണ് അഴകുള്ള എന്ന് നമ്മൾ പാടിക്കേട്ടിട്ടുണ്ട്, നമ്മൾ നേരിട്ടുണ്ട്. ഞാനും കറുപ്പാണ്, നിങ്ങളും കറുപ്പാണ്. എന്തിനേ കറുപ്പിനെ മാറ്റി നിർത്തണം? മാറ്റി നിർത്തുന്നവർ കുഴിയിൽ പോകുമ്പോൾ ഇരുട്ടത്തെ കറുപ്പിലാണ് കിടക്കുന്നതെന്ന് അവരൊരു നിമിഷം ചിന്തിക്കുക. സത്യം അല്ലേ, അതാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ ആ സ്ത്രീ എന്ന് മാത്രം പറയാനുള്ളൂ. എനിക്ക് അവരെ ഒരു പ്രാവശ്യം പേര് പറഞ്ഞു, അത് ഞാൻ പൊറുക്കണം കേട്ടോ എൻ്റെ പ്രേക്ഷകർ, ഞാൻ പേര് പറഞ്ഞു പോയി. അത്രയും വെറുക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ, ഈ ലോകത്തുണ്ടെങ്കിൽ അവർ മാത്രമാണ്, വേറെ ആരുമല്ല. സ്വന്തം മകൻ്റെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചവരിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഞാൻ അതിൽ പറയുന്ന പെറ്റമ്മ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞതാണ്. അതെ അവരും ഒരു അമ്മയല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതെ തീർച്ചയായിട്ടും. അവരൊരു അമ്മയാണോ, അവരൊരു സ്ത്രീയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഒരു 10 മാസം പെറ്റ മക്കളുടെ ഒരു അമ്മയാണോ അത്? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്ക് അങ്ങനെ പറയല്ല. നമ്മൾ തമാശയ്ക്ക് പറയും, പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില സ്ത്രീകളുടെ സംസാരം അല്ല, തമാശയ്ക്ക് പറയാം, നമ്മൾ ആ സ്ത്രീകളെ താഴ്ത്തി പറയുന്നല്ലോ ഒരിക്കലും. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള ഭാഷ. ഇവരുടെ ശാപം ഇവരുടെ നാക്ക് തന്നെയാണ്. പലവട്ടങ്ങളായിട്ട് അങ്ങനെയാണ്, പലവട്ടങ്ങളായിട്ട് കണ്ടത്. താങ്കളെ രാമകൃഷ്ണ ഇതിനു മുമ്പും അവർ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ ഇതെല്ലാം പ്രഷർ കേട്ടുപോയതാണ്, കേൾക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. മടിച്ചേട്ടനുകളാണ് നമ്മൾ കൂടുതൽ പോയെന്ന് തോന്നുന്നു അല്ലേ? അതെ അല്ല, അത് തന്നെയാണ് നല്ലത്. കാരണം ഇതിനൊന്നും ഒരു മാറ്റം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പോണില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സൗഹൃദം ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അതും സംസാരിക്കാൻ പറ്റിയ. അതെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. മാറ്റങ്ങൾ ഉണ്ടായാൽ കേരളത്തിന് നല്ലത്, ഇല്ലെങ്കിൽ കേരളത്തിന് നാശം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നും കൂടെ ഉണ്ടാവും, ഞാനും എൻ്റെ സമൂഹവും കൂടെ ഉണ്ടാവും. ഇത്രയും പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.